സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു. സ്വാതി മലിവാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കേറ്റ തോൽവിയിൽ പ്രതികരണവുമായി രാജ്യസഭാ MP സ്വാതി മലിവാൾ രംഗത്ത്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു എന്നാണ് സ്വാതി പ്രതികരിച്ചത്. രാവണന്റെ അഹങ്കാരത്തിന് പോലും അവനെ രക്ഷിക്കാനായില്ലെന്ന് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സ്വാതി മലിവാൾ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ രംഗത്തിന്റെ ഒരു ചിത്രവും സ്വാതി പങ്കുവച്ചു. ചരിത്രം നോക്കിയാൽ ഏതെങ്കിലും സ്ത്രീക്കെതിരെ തെറ്റ് ചെയ്തവരെ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. ജലമലിനീകരണം, വായുമലിനീകരണം, തെരുവുകളുടെ ദയനീയാവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ടുതന്നെ അരവിന്ദ് കെജ്രിവാളിന് തൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടു. തങ്ങൾ പറയുന്ന കള്ളം ആളുകൾ വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത്. AAP നേതൃത്വം അവർ പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യതിചലിച്ചു. ഞാൻ BJP അഭിനന്ദിക്കുന്നു. പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തത്. അത് നിറവേറ്റാൻ അവർ പ്രവർത്തിക്കണം, സ്വാതി മലിവാൾ പറഞ്ഞു. ഒരിക്കൽ അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു സ്വാതി മലിവാൾ. പിന്നീട് അദ്ദേഹവുമായി പിണങ്ങി. മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവ് കുമാർ തനിക്കെതിരെ അതിക്രമം നടത്തിയെന്ന ആരോപണവുമായി സ്വാതി കഴിഞ്ഞ വർഷം രംഗത്ത് വന്നിരുന്നു. സ്വാതി മലിവാൾ ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയം മുതൽ അരവിന്ദ് കെജ്രിവാളുമായുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയിരുന്നു. ആം ആദ്മി പാർട്ടി അംഗമായി നിലനിന്നുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ രാഷ്ട്രീയ സമീപനങ്ങളെ സ്വാതി മലിവാൾ നിശിതമായി വിമർശിക്കുകയുണ്ടായി. സ്ത്രീ സുരക്ഷ, നീതി, ക്ഷേമം എന്നിവയിൽ കെജ്രിവാളിന്റെ നയങ്ങളിൽ മലിവാൾ എതിർപ്പുയർത്തിയിരുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെയാണ് കെജ്രിവാളിനെതിരെ പരോക്ഷ വിമർശനമുയർത്തിയുള്ള സ്വാതി മലിവാളിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ BJPയുടെ പർവേഷ് വർമ്മയോട് പരാജയപ്പെടുകയും ചെയ്തു. ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി പർവേഷ് ആയിരിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് കനത്ത പരാജയമാണ് നൽകിയതെന്നും ഇപ്പോൾ ജയിലിൽ പോകാനും സ്വന്തം കുറ്റകൃത്യങ്ങൾക്ക് പ്രതിഫലം നൽകാനും അവർ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണെന്നും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ തുടക്കക്കാരനായി സ്വയം വിശേഷിപ്പിച്ചെത്തിയ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണെന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കി.